ഇക്കുറി മലയാളികൾക്ക് കണ്ണീരോണമായി മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമർശനം. 2016 മുതൽ LDF ഭരണകാലത്ത് 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് സപ്ലൈകോ വഴി വില വർദ്ധിപ്പിക്കാതെ വിപണി ഇടപെടൽ നടത്തിയിരുന്നുവെന്നും നിലവിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമല്ലെന്നും ഉള്ളവയ്ക്ക് തീവിലയാണെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് മികച്ച വിൽപ്പനയാണ് രേഖപ്പെടുത്തുന്നത്. ഓഗസ്റ്റ് 24 ഉച്ചവരെയുള്ള കണക്കുപ്രകാരം കഴിഞ്ഞ 33 ദിവസത്തിനിടെ സപ്ലൈകോയുടെ ആകെ വിറ്റുവരവ് 391.75 കോടി രൂപയിലെത്തി. ഇതിൽ ഓഗസ്റ്റ് 1 ശേഷം മാത്രം 320 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. കഴിഞ്ഞ വർഷത്തെ ഓണക്കാല വിൽപ്പനയെ അപേക്ഷിച്ച് ഇത്തവണ സപ്ലൈകോയുടെ വിറ്റുവരവിൽ വർധനയുണ്ടായതായാണ് കണക്കുകളും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള 35 ദിവസത്തിനിടെ സപ്ലൈകോ നേടിയ വിറ്റുവരവ് 385 കോടി രൂപയായിരുന്നു. എന്നാൽ ഇത്തവണ 33 ദിവസം പിന്നിടുമ്പോഴേക്കും ഈ കണക്ക് മറികടന്ന് 391.75 കോടി രൂപയിലെത്തി. ഓണം അടുത്തതോടെ സപ്ലൈകോയുടെ വിൽപ്പനശാലകളിലും ഓണം ഫെയറുകളിലും തിരക്ക് വർദ്ധിച്ചിരുന്നു. സാധാരണ വിപണിയെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നതിനൊപ്പം ഓണക്കാലത്തെ പ്രത്യേക വിൽപ്പനയും ഉപഭോക്താക്കളെ ആകർഷിച്ചതാണ് വിൽപ്പന വർദ്ധിക്കാൻ കാരണമായത്. ഓഗസ്റ്റ് 1 മുതലുള്ള കണക്കിൽ മാത്രം 320 കോടി രൂപയുടെ വിറ്റുവരവാണ് രേഖപ്പെടുത്തിയത്. ഓണത്തോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ ആരംഭിച്ച ഫെയറുകളിലേക്കും ഉപഭോക്താക്കളുടെ വലിയ ഒഴുക്കാണ് ഉണ്ടായത്. ജില്ലാ ഫെയറുകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക ഓണം വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും മികച്ച വരുമാനമാണ് സപ്ലൈകോയ്ക്ക് ലഭിച്ചത്. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ മെഗാ ട്രേഡ് ഫെയറുകൾ ഉൾപ്പെടെയുള്ള ജില്ലാ ഫെയറുകളിൽ നിന്നുള്ള ആകെ വിറ്റുവരവ് 4.65 കോടി രൂപയാണ്. ഇതിൽ തിരുവനന്തപുരം മെഗാ ട്രേഡ് ഫെയറിന്റെ മാത്രം വിറ്റുവരവ് 81 ലക്ഷം രൂപയിലെത്തി. ഓണക്കാലത്ത് ഉപഭോക്താക്കൾ കൂടുതലായി എത്തുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മെഗാ ഫെയറുകൾ മാറിയതായാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം 35 ദിവസം എടുത്താണ് സപ്ലൈകോ 385 കോടി രൂപയുടെ ഓണക്കാല വിറ്റുവരവ് നേടിയത്. എന്നാൽ ഇത്തവണ 2 ദിവസം കുറവ് സമയത്തിനുള്ളിൽ തന്നെ ആ കണക്ക് മറികടന്നു. 2025 ഓണക്കാലം 35 ദിവസം 385 കോടി. 2026 ഓണക്കാലം 33 ദിവസം 391.75 കോടി. 2026 ഓഗസ്റ്റ് 1 മുതൽ 320 കോടി. ജില്ലാ മെഗാ ഫെയറുകൾ 4.65 കോടി. തിരുവനന്തപുരം മെഗാ ട്രേഡ് ഫെയർ 81 ലക്ഷം. ഓണക്കാലത്ത് സാധാരണ വിപണിയിൽ സാധനങ്ങളുടെ വില ഉയരുന്ന സാഹചര്യത്തിൽ സപ്ലൈകോയുടെ വില കുറവ് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ്. ഇതാണ് ഓണം ഫെയറുകളിലും സപ്ലൈകോയുടെ സ്ഥിരം വിൽപ്പനാശാലകളിലും തിരക്ക് വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങളിലൊന്നായി മാറുന്നത്. ഓണം വിപണി കൂടുതൽ സജീവമാകുന്ന ദിവസങ്ങൾ മുന്നിലിരിക്കെ വിറ്റുവരവ് ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ.